അണ്ണാ ഭയങ്കര ചൂട് തന്നെയാണ് ഇവിടെ. ഭയങ്കര ചൂട്. ഭയങ്കര ചൂട്. പിന്നെ നിക്കാമേ സത്യം പറഞ്ഞാൽ വെളി ഇറങ്ങാൻ പറ്റില്ലേ? നല്ല ചൂട്. ആൾക്കാർ 2 രൂപയാണ് ചെയ്യണേ. അതുകൊണ്ട് 3ാമത്തെ കരിക്കാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ പിന്നെ എനിക്ക് തോന്നണേ നമ്മുടെ യുദ്ധം നടന്നില്ലേ അണ്ണാ, അതിന്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോ ചൂട്. 2-3 മാസം കഴിയുമ്പോ ചിലപ്പോ മഴയൊക്കെ കടുത്ത മഴ ആയിരിക്കും കേട്ടാ. പിന്നെ വെള്ളപ്പൊക്കമൊക്കെ ആയിരിക്കും ചിലപ്പോ. വെള്ളപ്പൊക്കം വരും ഇനിയിപ്പോ അങ്ങോട്ട്. മുത്തേ വാ. വീട് അത് കുഴപ്പമില്ല, ഞാൻ വാങ്ങിക്കൊണ്ട് വണ്ടി നോക്കിയോ. വാ 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 വാ. ഇവിടെ ഉണ്ടായിരുന്നോ? ഓ എവിടെ പോയേ? ഞാൻ വീട്ടിലോട്ട് വന്ന് പോയിട്ട് പറഞ്ഞത്. അവധിയല്ലേ? ചൂടല്ലേ, ഒരു കരിക്കോടി അണ്ണാ, ഒരു കരിക്ക് കൊട്ടണം. ഇല്ല, കരിക്ക് വന്നിട്ട് ഇപ്പൊ വീടെത്തി. കുഴപ്പമില്ല, ചൂടല്ലേന്ന് അണ്ണാ, ഒരു കരിക്ക് നല്ല നോക്കിട്ട്. അല്ല മധുരമുള്ള നോക്കി എടുത്തേ. മധുരമുള്ള സ്ട്രോ ഇല്ലണ്ണ? തൊണ്ടല്ല ഒരെണ്ണം മതി. എന്നാൽ ചേട്ടാ എവിടെ പോവാ? ചൂട് സമയത്ത് അങ്ങനെയൊന്നുമില്ലേ, ചുമ്മാ ഇറങ്ങിയത്. ഇന്നെല്ലാം കഴിച്ചായിരുന്ന? എവിടുന്ന്? ട്രെയിനിൽ നിന്ന് കഴിച്ചു. അയ്യോ അപ്പൊ ഒന്നും ആയി കാണൂലല്ലോ. കഴിച്ചു. ഒരു കാര്യം കൂടെ പറയട്ടോ. വേണ്ട, ഇനിയിപ്പോ അമ്മ വീട്ടിൽ ഫുഡ് ഉണ്ടാകും. രാവിലെ ഇറങ്ങിയോണ്ട് പിന്നെ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, കല്യാണം കഴിക്കണ്ടേ മുസ്ലിം? കല്യാണോ? അങ്ങനെയല്ല, എൻ്റെ അടുത്ത് സുലിച്ചു വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, പൈസ ഇത്ര ആയില്ലേ, നീ കല്യാണം കഴിക്കണില്ലേ, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ എന്നൊക്കെ ചോദിക്കും. നമ്മളെ കാര്യമല്ല, ഇടി പ്രായം ഇത്രയൊക്കെ ആയില്ലേ, അപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കില്ല. എന്നെ വിശ്വാസം, അല്ലുവിന് വിശ്വാസമില്ല നിനക്ക്? ഞാൻ അങ്ങനെ പറയുമോ? പറയൂ. സുലുവിന്റെ അറിഞ്ഞ അമ്മ അറിയാം, അമ്മ അറിഞ്ഞ പിന്നെ എന്നെ എടി എനിക്ക് ഇത്രയൊക്കെ കൊണ്ടെത്തിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് അതും കൂടെ എനിക്ക് കൊണ്ടെത്തിക്കാൻ അറിയാം. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യും, ഡയറക്റ്റ് നീ ധൈര്യം ഇട്ടില്ലേ അവിടെ. കല്യാണം 5-6 വർഷം കഴിഞ്ഞിട്ടുള്ളതല്ലേ, എന്നെന്താ 5-6 വർഷമോ? നീ ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് വിചാരിക്കണേ? 365. നീ കൂട്ടി 365 × 5 അത് മതി. ചുമ്മാരി അടുത്ത വർഷം കല്യാണം. നീ ചുമ്മാരി. പിന്നെ 5 വർഷമോ? എനിക്ക് പഠിച്ചിറങ്ങണ്ടേ? എനിക്ക് വയസ്സങ്ങ് പോണെന്ന്. അത് കുഴപ്പമില്ല. ഒരു കാര്യം കൂടി പറയട്ടാ. അഴുത്തുപോയില്ല മൊത്തം. 2 ദിവസം മേടിച്ചു വെച്ചതാ. ഇതാണ് ഈ കോവയ്ക്ക്. ദേഷ്യമാണ് എനിക്ക്. ഞാൻ ഇത് തന്നെ ഉണ്ടാക്കും. കളയാൻ പറ്റുമോ? ഇടിച്ച മുളകിട്ടുണ്ടാക്കി ചേച്ചി. പൊരിച്ചിട്ട് കൂടെ എങ്ങനെ സ്വാദുണ്ടോ? പൊട്ടൊക്കെ വെച്ചിരിക്കുന്ന സാധനം നീ കണ്ണൊക്കെ എഴുതി ഞാനിങ്ങനെ കണ്ണെഴുതി മിടിക്കായിട്ടല്ലേ നടക്കാറുള്ളൂ. മിടിക്കാണ്, പക്ഷെ കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ച് നോക്കാറുണ്ട്. നീ എന്നെ നോക്കാറില്ലാത്തതുകൊണ്ടാണ്. നിനക്ക് എന്നെ കാണാൻ എവിടെ സമയം? കല്യാണം കഴിച്ച ഒരു SIയും കൂടി ആയപ്പോ തീർന്നു. കല്യാണം ഇപ്പൊ കഴിച്ചല്ലേ? കല്യാണം കഴിച്ചപ്പോ പകുതി തീർന്നു. SI ആയപ്പോ കല്യാണം കഴിച്ചാൽ എപ്പോഴും എന്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇന്ന് നീയും പൊട്ടും കണ്ണൊക്കെ എഴുതിയാന്ന്. ഹോർലിക്സ് ഇട്ടൊരു ചായക്ക് താ എനിക്ക്. ഇടി ഒരു സൗഭാഗ്യം കൊണ്ടുവരുന്ന ആളെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യണം. ഇപ്പൊ സൗഭാഗ്യം കൊണ്ടുവന്നതാ. ഒന്ന് സൗഭാഗ്യം ആദ്യം പറ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതാണോ എന്റെ രീതി? പറയടേ. ഞാനായിട്ട് തന്നെ ആ സൗഭാഗ്യം പറയുന്നില്ല, ഏട്ടൻ തന്നെ കൊണ്ടുവന്ന് ഏട്ടൻ തന്നെ പറഞ്ഞു. എടി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എന്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്യുന്ന സാറുണ്ടായിരുന്നു. അല്ല, സാറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. സാർ DSP ആയിരുന്നു, സുധാകരൻ സാറ്. കോട്ടയത്താരാ, കിട്ടില്ല ഫാമിലിയാണ്. ബിസിനസ്സുകാരും ബാക്കിയുള്ള അവരുടെ ബ്രദേഴ്സൊക്കെ വിദേശത്തൊക്കെയാണ് നിൽക്കുന്നത്. പുള്ളിക്ക് ഒരു മോനുണ്ട്, വിവേക് എന്നാണ് പേര്. വിവേക് ഡെന്റിസ്റ്റാണ്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് 2 ദിവസം കോഴ്സ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. മീൻസ് ബായി ഏകദേശം അങ്ങനെ തന്നെ. ഒരു പേപ്പർ പോലും മിസ്സായിട്ടില്ല. നല്ല പഠിക്കാനും നല്ല മിടുക്കൻ, കാണാനും നല്ല സുന്ദരം ചെറുക്കനാണ്. നമ്മൾ മുത്തിനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്.
മുത്തിനെ കണ്ടിട്ടുണ്ടെന്നാ ചെറുക്കൻ. നിനക്കെന്ത് ചെവി കേട്ടൂടെ? ഒരു നല്ല കാര്യം പറയുമ്പോ ചെവി കൂർപ്പിച്ച് കണ്ടിട്ടെന്ന് പറയുമ്പോ അവള് പറഞ്ഞിട്ടില്ലല്ലോ. അവള് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ മുത്തനെ ഈ ചെറുക്കൻ കണ്ടിട്ടുണ്ടോ മുത്തിനെ? കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ കഴിഞ്ഞ ദിവസം സാർ സംസാരിക്കുന്നോട്ടത് ചോദിച്ചു, നിന്റെ പെങ്ങളെ മോക്ക് കല്യാണം വല്ല ആലോചിക്കണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അവള് പഠിച്ചോണ്ടിരിക്കണ സാർ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് സാർ ഇങ്ങനെ പറയുന്നത്, ചെറുക്കൻ കണ്ടിട്ടുണ്ടെന്നും അങ്ങനെ എന്തെങ്കിലും കല്യാണമായി എന്തെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിച്ചേക്കണേ എന്ന് പറഞ്ഞു. ആ ചെറുക്കന് ചെറിയൊരു ഇഷ്ടം ഉണ്ടെന്ന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടെന്ന്. ഏന്ന് പറഞ്ഞാല് ഞാൻ ഏന്ന് എടുത്തിട്ട് തിരിച്ചെടുക്കാൻ സമയം എടുത്തു. കാരണം സാറിനെ പോലെ ഒരാള് ഇത്രയും നല്ല പദവിയുള്ള സ്ഥലത്ത് നിന്ന് ഇത്രയും നല്ല കുടുംബക്കാരുടെ നിന്ന് ഇങ്ങോട്ടൊരു ആലോചന വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോ വലിയ കാര്യമാണ്. ഇനി പിറന്താ പെരുക്കണ്. അതുപോലെ ആ കൊച്ചി ഡോക്ടറും അല്ലേ. പിന്നെ നീ എന്താ പറഞ്ഞത്? അപ്പൊ എന്താ ചെയ്യണ്ടേ നമ്മള്? എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉടനെ കല്യാണം നടത്തണ്ട, വെറുതെ വാക്കാലൊന്ന് അല്ല പറഞ്ഞേക്കാം. ആദ്യം ക്ലീറ്റോനോട് പറയട്ടെ. ആ പറയുമല്ലോ. പറഞ്ഞിട്ട് ചേട്ടൻ എന്താ എതിർപ്പ് പറയാനാ? ഇത്രയും നല്ലൊരു ബന്ധം ഇനി നമുക്ക് കിട്ടുവോ? പക്ഷെ നമ്മള് ഒന്നും കരുതിയിട്ടൊന്നുമില്ലല്ലോ കനക. എടി അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, അതൊക്കെ പിന്നീടുള്ള ചേച്ചി കാര്യം. നമുക്ക് കല്യാണ സമയമായെങ്കിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ശരിയാവും. അതങ്ങനെയാ. ഇപ്പൊ നമ്മൾ വീട് വെക്കാൻ പോകുമ്പോൾ പൈസ വെച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത്. പേടി. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോഴും അതിന്റെ സമയമാകുമ്പോ അതങ്ങ് നടക്കും. നീ എന്തായാലും അവർക്ക് ആലോചനയൊക്കെ വന്നു തുടങ്ങി. എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല സാറിങ്ങനെ ചുമ്മാ പിന്നെ എങ്ങനെ ഞാൻ ചെറുക്കന്റെ ഫോട്ടോ ഒന്ന് കൊണ്ടുവരായിരുന്നില്ലേ? അയ്യോ അത് ഞാൻ ചോദിച്ചില്ല. ഒന്ന് കാണായിരുന്നു അല്ല എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ ക്ലീറ്റോയോട് നമ്മൾ സംസാരിക്കുന്നു, അമ്മാവനോട് നമ്മൾ സംസാരിക്കുന്നു, അമ്മയോട് പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്മളെല്ലാം ഓക്കെ ആണെങ്കിൽ അവരെ ഒരു ദിവസം കണ്ട് വരുന്നു. നേരിട്ട് കണ്ടോട്ട് എന്തിനു ഫോട്ടോ ചോദിക്കുന്നു നമ്മള്? അതെ, അവരെല്ലാം എടുക്കാനാന്ന് പറഞ്ഞത്, നമുക്കും കൂടെ തോന്നണ്ടേ എടുക്കാനാണോ? അല്ലല്ല പയ്യന്റെ എടുക്കുന്ന സാറ് നല്ലതല്ലേ മൊത്തത്തിൽ ആ ഫാമിലി. ഞാൻ കണ്ട എനിക്ക് കൊച്ചിനെ എപ്പോഴോ കണ്ടിട്ടുണ്ട് എനിക്ക്. ശരി, ഒന്ന് വന്നു പോകുന്നത് നല്ലതാ, വാക്കാലെന്ന് പറഞ്ഞു വെക്കാം അല്ലേ? എന്നിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നേ. മതി. എന്നാ പിന്നെ നമുക്ക് നോക്കാല്ലേ? നോക്കാം. ഹായ്. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എവിടോട്ട്? വീട്ടിലോട്ട്. ഓ ചൂട് കാരണം ഒരു ജ്യൂസ് എടുക്കട്ടെ? നല്ല മണ്ണ് കുടിച്ചോ. വീട്ടിൽ പോയി കുടിച്ചോളാം. അയ്യോ അതല്ലല്ലോ, ഒരു കരിക്കും വെള്ളം എടുത്താലോ? വേണ്ട. വേണ്ടേ? കരിക്ക് കുടിച്ചാ കുടിച്ചെങ്കി കുടിച്ചെങ്കിയോ? ആ കുടിച്ചെങ്കി എന്ന് പറയണം, കുടിച്ചില്ലെങ്കിൽ എന്ന് പറയണം. അവിടെ ഇവിടെ തൊടാതെ വർത്താനം പറയാം. താങ്കൾക്ക് കരിക്ക് വേണോ അതോ താങ്കൾ കരിക്ക് കുടിച്ചോ? ചൂടാകുമ്പോ ചിലപ്പോ കരിക്കോ സംഭാരോ പലതും കുടിക്കോ. എനിക്ക് അത് പറ, അങ്ങനെ പറ. ഒറ്റയ്ക്കാണോ കുടിച്ചത് അതോ? ഇപ്പൊ എന്താ അറിയണ്ടേ? എന്തൊക്കെ അറിയണം? ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ, നല്ല വെയിറ്റ് ഉണ്ട് ഈ ബാഗ്. വെയിറ്റ്. ഈ ഫോട്ടോയിൽ കാണുന്നത് താങ്കളല്ലെന്ന് പറയാനുള്ള ശ്രമമാണെങ്കിൽ നോ. ഞാനായപ്പോ എന്താ? അത് താങ്കളാണ്. ആ അപ്പുറത്തേക്കുന്നത് അപ്പുറത്തേക്ക് എന്താ? ആവശ്യമില്ലാത്ത ഫോട്ടോ നീ ഫോണിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഡിലീറ്റ് ചെയ്തു. എന്തിനാ അത് കിടന്നിട്ട്? അതെന്തിനാ അങ്ങനെ അവിടെ പോയി കണ്ടവന്മാരെ കൂടെ വഴിയിൽ നിന്ന് കരിക്കും വെള്ളം കുടിച്ചത്? ആരാ അപ്പുറത്ത് നിന്നാരാ? ഞാൻ കണ്ടൊന്നുമില്ല. ഞാൻ കരിക്കോളം കുടിച്ചിട്ട് വന്നല്ലേ. അപ്പുറത്തേക്ക് നാളെ കണ്ടില്ലെങ്കിൽ പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം എന്ത്? ഞാൻ കണ്ടില്ല. എന്റെ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ മോൻ അങ്ങനെ പറയരുത്. ഞാൻ നിന്റെ അങ്ങളല്ലേ, നിന്റെ അങ്ങളുടെ ഫോണിനകത്ത് നിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഡിലീറ്റ് ചെയ്യാ? അത് ചുമ്മാ അനാവശ്യ കാര്യങ്ങൾ പരന്ന് പരത്താനല്ല. അതിനിപ്പോ അങ്ങനെ ഫോട്ടോ വേണ്ട. എന്താവശ്യം? ഇതിപ്പോ എവിടെ കിട്ടി ഫോട്ടോ? അത് വിട്. ഈ ഫോട്ടോക്കകത്തുള്ള ആളിനൊപ്പം ആ കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞുള്ളതാണോ? അതിനിപ്പോ എന്റെ അപ്പുറത്ത് ഒരാളൊന്ന് ജ്യൂസ് കുടിച്ചത് ഞാൻ എന്തോ ചെയ്യാനാ? മുത്തേ, ഇതിപ്പോ ഇതെന്തോ ഇത് ഒരു പോലീസിനെ പോലെ? ഇതേപോലെ കൊറേ കരിക്കും മോരും ഒക്കെ ഞാൻ കുടിച്ചതാ. ഈ ഫോട്ടോ ഇപ്പൊ എവിടെ കിട്ടി? അതെന്തിനാ അറിയുന്നത്? താങ്കൾ ആ കടയിൽ നിന്ന് അവനോടൊപ്പം കരിക്ക് കുടിച്ചെന്നുള്ള സത്യമാണ്. ഒരു അനാവശ്യ ഇൻഫോർമേഷൻ പരത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ഫോട്ടോ അയക്കുന്ന ശരിയല്ലല്ലോ. ഇൻഫോർമേഷൻ പരത്തണമെങ്കിൽ ഈ ചൊറിയ മാവിന്റെ കീഴിൽ നിൽക്കേണ്ട കാര്യമില്ല. എത്ര ആൾക്കാർ മുമ്പ് ഇത്തിരിക്ക് പറഞ്ഞൂടെ? പറഞ്ഞോ അല്ല അതങ്ങനെ ഇപ്പൊ പ്രശ്നമില്ലെങ്കിൽ പറഞ്ഞോ. ഞാൻ കരിക്ക് കുടിച്ച് വേറൊരാൾ എന്റെ കൂടെ നിന്ന് കരിക്ക് കുടിച്ചു. ഞാൻ എന്തിനാ പേടിക്കണേ? ഞാൻ പോവാണ്. അതങ്ങനെ ശരിയാവും. താഴെ തൊടി നിന്നാളി അമ്മാമ കരിക്ക് വെട്ടിപ്പോ നിന്നോട് കരിക്കും വെള്ളം വേണമെന്ന് വെച്ചപ്പോ അന്ന് കുടിക്കാത്ത നീ എന്തിനാ പുറത്ത് പോയി കരിക്ക് കുടിച്ചു? ഞാൻ ആലോചിക്കായിരുന്നേ, നീ മുത്തിനെ പ്രസവിക്കാനായിട്ട് ലേബർ റൂമിനകത്ത്, ഇവിടെ അതിനേക്കാളും വിഷമത്തിലും സങ്കടത്തിലും ഞങ്ങള്.
എത്ര പെട്ടെന്നാ കൊച്ചു വലുതായത്. അമ്മ വന്ന് അയ്യോ യെസ് അവിടെ വെക്ക്. ഉണ്ട്. ആ അവിടെ വെച്ചോ. എങ്ങനെയുണ്ടായി? ഇതെന്താ നീ വന്നേക്കണേ? ഞാൻ പോയപ്പോഴേ മുത്തിനെ കണ്ടു നിന്നപ്പം അങ്ങനെ അപ്പം അത് വഴി വെച്ച് ആ വഴി വെച്ച് തന്നെ ഒരുമിച്ച് കുറച്ച് വെള്ളം കൊടു. വെള്ളം വേണോ? ഞാൻ ഒരു കരിക്ക് കുടിച്ചായിരുന്നു. നിനക്ക് വെള്ളം വേണോ? ഇല്ല ഞാൻ ഇങ്ങനെ കുടിച്ചാൽ ആണോ? പിന്നെ ഞാന് മക്കളെ അമ്മയുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കളെ ആലോചിച്ചിട്ട് അമ്മയോട് പറയണം. എന്ത് കാര്യം മാമ? ഒന്നുമില്ല. കണ്ണു നിറഞ്ഞു. ആ, എന്ത് പറ്റി അമ്മ? ഒന്നുമില്ല. പിന്നെ എന്ത് പറഞ്ഞ? അതൊക്കെ ഉണ്ട്. നീ ആദ്യം പോയി ഉടുപ്പ് മാറി കുളിച്ചിട്ട് വന്ന് എന്തെങ്കിലും കഴിക്കാം. ആ കഴിക്കാം. വരും വന്നിട്ട് അങ്ങോട്ട് വരാം. പോട്ടെ ചേച്ചി. കണ്ണു നിറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറഞ്ഞിട്ട് എന്നാ ഒന്നുമില്ലാന്ന് പോതി. കുളിച്ചിട്ട് എന്ത് പറയോ? ഇത് അങ്ങോട്ട് വെച്ചേക്കണ്ട. മുഷിഞ്ഞെന്ന് എടുത്ത് അല്ല വേണ്ട, ഞാൻ എടുത്തിട്ടോളാം. ഇഷ്ടം പോലെ ഉണ്ട് അമ്മ ഇപ്പൊ കഴുകാൻ. നിനക്ക് വല്ലതും വേണോ കഴിക്കാൻ? വേണ്ട. ആ അല്ലെങ്കിൽ വേണ്ട. എന്തുവാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. വഴി ഇതൊക്കെ നേരെയാക്കുള്ള സമയം കഴിഞ്ഞു കേട്ടോ. ഈ വഴിയൊക്കെ. അവിടെ നിർത്തിക്കോ, അവിടെ നിർത്തിക്കോ മതി, നിർത്തിക്കോ. ഇല്ല അല്ല പതുക്കെ 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 പതുക്കെ. ആ ഇറങ്ങിയാ ഇതാ മതിയോ പോണേ. അങ്ങനെ ബുദ്ധിമുട്ടായില്ലേ? അയ്യ എന്ത് ബുദ്ധിമുട്ട്. അയ്യ ചുമ്മാ. ശരി ശരി ശരി. അല്ലെങ്കിൽ വാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാ. അതെ ഞാൻ എന്താണ് വിളിക്കാത്തത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇപ്പം ആരും കാണാനില്ല. അവരെന്താ ചെയ്യണമെന്ന് അറിയില്ല. അമ്മ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ, അത് കുഴപ്പമില്ല. വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യും. ഞാൻ പിന്നെ വിളിക്കാം. അവര് ചിലപ്പോ അകത്ത് കാണും. ഞാൻ വേണ്ട മോനെ, പിന്നെ വിളിക്കാം. ഇവിടെ അടുത്തല്ലേ, എപ്പോ വേണേ വിളിക്കാലോ കേട്ടോ. എന്നാ കുട്ടി റെസ്റ്റ് ചെയ്തോ. വളരെ ഉപകാരം കേട്ടോ. വെയിറ്റ് ഒക്കെ ഉള്ളതില്ല. അത് കുഴപ്പമില്ല, ഇത്ര ദൂരം എത്തിച്ചില്ല. ശരി പോയിക്കോ. ശരി. വളരെ സന്തോഷം കേട്ടോ. പോകോ പോകോ. ലില്ലിമോളെ, ലില്ലിമോളെ ആ എവിടെയാ? അമ്മാവാ. ആ എന്റെ അമ്മ ഇത് എന്തോരം സാധനങ്ങളാ? അതൊക്കെ ഗിരിജ തന്നാച്ചതാ. ഞാൻ കുറച്ച് പച്ചക്കറി ആയിട്ട് വരാൻ തന്നപ്പോൾ അവള് കുറെ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് കുട്ടികൾക്ക് എന്റെ കൊടുക്കാം. അമ്മ എന്തോരം ഉണ്ട് ഇത്. അവൾക്ക് തന്നെ പണി, ലാഭത്ത് കിട്ടിയ ഓരോന്ന് മേടിച്ചു വെക്കുക. കനകനെവിടെ? ദേ അപ്പുറത്ത് പോണ്ട് ഏട്ടാ. അതേ വരുന്ന വന്ന്. ഞാൻ മാറ്റണ്ടായിരുന്ന എന്ത് ഇത്? ദേ എന്തോരം സാധനങ്ങൾ. പെണ്ണിന്റെ ഓരോ ഭ്രാന്ത്. ലാഭത്തിലധികം വണ്ടിയിൽ എന്ത് വരുന്നുണ്ടാലും വാങ്ങി കൂട്ടും. ഇത് കുട്ടികൾക്ക് ഇതാവുമ്പോ അല്ല, പക്ഷെ ഇത് നല്ലതല്ലേ, ഇത് നമ്മുടെ തന്നെ ചീരയല്ലേ അല്ലേ? പിന്നെ അല്ലാണ്ട് പിന്നെ പുറത്തുനിന്ന് പഠിക്കാൻ ഭ്രാന്തുണ്ട്. ചീരക്കാരൻ ചീര വാങ്ങുന്നതന്നെ തെറ്റായി ചില ഹോട്ടലുകാരെ വേറെ ഹോട്ടലിൽ പോയി കഴിക്കണക്കായി പോവും. ഞാൻ അമ്മാവനെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു, ഒരു കാര്യമുണ്ട്. എന്തേ? ഒരു കാര്യമുണ്ട്. ആ നമ്മളെ കുടുംബത്തിൽ ഒരു സന്തോഷം വരാൻ പോകുന്നു. അല്ല വരാൻ പോകുന്നേ ഉള്ളൂ. അമ്മാവൻ അതായത് കുടുംബത്ത് സന്തോഷം എന്ന് പറയുമ്പോ ഒന്നും അങ്ങോട്ട് ആലോചിച്ചൊന്നും പോകണ്ട, നമ്മൾ ആലോചിച്ച് തുടങ്ങിയില്ല. എന്താണ്? അതായത് DSP സുധാകരൻ സാറ്, നേരത്തെ സാർ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ ഇപ്പൊ പെൻഷനായി. സാറിന്റെ മോന്റെ ഒരു ആലോചന നമ്മുടെ മുത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. പയ്യൻ ഡോക്ടറാ. മുത്തിന്? ആ ചെറുക്കൻ മുത്തിനെ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച്. അല്ല അപ്പൊ അവളുടെ പഠിത്തമൊക്കെ? അല്ല പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി. അപ്പൊ അമ്മ- നമുക്ക് ഇഷ്ടമാണെങ്കിൽ അവരൊന്ന് വന്ന് കാണും, അത്രേ ഉള്ളു. മുത്തു ഇത്രയൊക്കെ വലുതായില്ലേ? അല്ല നല്ല ബന്ധാണെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം, എന്നിട്ട് അവളുടെ പഠിത്തമൊക്കെ കഴിയട്ടെ. നല്ലതാണ്. മാവാ എവിടെ നിന്നൊക്കെ അറിയാം. അവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ല, പലരും പുറത്താ, വിദേശത്താണ് ജോലി ചെയ്യുന്നതൊക്കെ. അതെ അല്ലേ? സാറിന്റെ ഫാമിലി പയ്യൻ എന്താ ചെയ്യുന്നത്? ഡോക്ടർ. ദന്തിസ്റ്റാണ്. അമ്മാവന് പോന്നപ്പോ അമ്മായിനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? ശരി, ഇത് അറിഞ്ഞെങ്കിൽ ഞാൻ അവളെയും കൊണ്ടുതന്നെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഇത് വിളിച്ചിട്ട് പറയാം. അല്ല അമ്മാവാ, ഫോണിൽ വിളിച്ച് പറയണ്ട. അമ്മാവൻ ചെന്നിട്ട് ഈ സന്തോഷം ഈ മുഖത്തുനിന്ന് ആ മുഖത്തേക്ക് അങ്ങ് പകരണം. അതാണ് എൻ്റെ രീതി. അല്ലെങ്കിൽ പിന്നെ അമ്മ വിചാരിക്കും എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ ഉള്ളതൊക്കെ ചോദിച്ചോളൂ. അതെ ഇങ്ങനത്തെ കാര്യമൊക്കെ വിളിച്ചു. അവള് ഭയങ്കര അത് ശരി, അത് വേണ്ട.
എന്നാ വരാന്ന് പറഞ്ഞു? അല്ല അത് അമ്മാവനും കൂടെ പറ്റുന്നൊരു ദിവസം പറഞ്ഞാൽ മതി. അമ്മാവൻ പറഞ്ഞ ദിവസം അമ്മാവനും നമ്മളെല്ലാരും വേണമല്ലോ. അതെ അല്ലേ? അല്ല അങ്ങനെയാണെങ്കിൽ ഗിരിജേനൊക്കെ ഞാൻ വിളിച്ച് നമുക്ക് എല്ലാവരും ഒരു ദിവസം വരാൻ പറയാം. അവരിവിടെ വന്നിട്ട് മുത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ കർഷകൻ ഗിരിരാജന്റെ പേരക്കുട്ടി എന്ന് പറയുമ്പോ ഞെട്ടൂര്. അമ്മ എന്താ പറഞ്ഞു? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. എടി മുത്തേ, നിന്നെ നാളെ പിടിച്ച് കെട്ടിക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഇതെന്തോ ഉറപ്പിക്കണോന്നൊക്കെ പറയണേ. എന്റെ മുത്തേ, എന്തായാലും നിനക്ക് കല്യാണം കഴിക്കണമല്ലോ. കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് നമുക്കും കൂടി ഇഷ്ടമുള്ള ഒരു പയ്യനാണെങ്കിൽ നമുക്കൊക്കെ സന്തോഷമല്ലേ. ഇതാണെങ്കിൽ നല്ലൊന്നാന്തരം ബന്ധമാണ്, നമുക്ക് നല്ല ധൈര്യമാണ്. ഒന്നാമത്തെ മാമൻ അറിയുന്ന സാറ്, അതിനൊരേ ഒരു മോൻ, അയാളും ഡോക്ടറാണ്, നീയും ഡോക്ടറാവും. അപ്പം എന്താ, 2 ഡോക്ടർമാർ. ഇതിലപ്പോ എന്റെ താല്പര്യത്തിന് ഒരു വിലയും ഇല്ലേ? അത് തന്നെയാ പറഞ്ഞത്, നിനക്ക് കല്യാണം കഴിക്കാനോ നിനക്ക് ഇഷ്ടമാണല്ലോ. അത് ആ സമയമാകുമ്പോ കുറെ വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമില്ല. അതൊക്കെ ഇപ്പൊ എങ്ങനെ തീരുമാനിക്കണേ? എടി ഇപ്പൊ വേണ്ടാന്ന്, ഇപ്പൊ വേണ്ട. ഞങ്ങളത് പറഞ്ഞു, നീ പഠിച്ചുകൊണ്ടിരിക്കുവാണ്, അവൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കും, ഒന്നും നോക്കണില്ല എന്ന് പറഞ്ഞപ്പോ അവരിങ്ങോട്ട്, അതെന്തൊരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് നിന്നെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഉള്ളതാണോന്ന് എനിക്കറിയാൻ പാടില്ല. പോവണ്ട പുറത്തോട്ട്. ഡാഡിക്ക് എന്തൊരു ഇഷ്ടം. അമ്മ, ഞാൻ ഡാഡിയുടെ ഇഷ്ടമാണ്, ഞാനല്ലേ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവും. ദേ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ അവര് വന്നൊന്ന് കാണട്ടെ. പെണ്ണ് കാണാനോ? പെണ്ണ് കാണലല്ല, നീ ആ ചെറുക്കനെ കണ്ടിട്ടുണ്ടോ? എനിക്ക് കാണണ്ട. ഞങ്ങക്ക് കാണണ്ടേ? എന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വാ, എനിക്ക് കാണണ്ട. ആ ചെറുക്കൻ ഒന്ന് വരട്ടെ, വരുമ്പോഴത്തേക്കും നിനക്ക് പറ്റുവാണെങ്കിൽ ഒരിച്ചിട്ട് 2 ചായ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കൊടുക്കുക, എന്നിട്ട് കണ്ടിട്ട് അവര് പോട്ടെ. അപ്പൊ നമുക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത്. കാണാതെ ഒരാളെ ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയും? കാണാതെ ഒരാളെ ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയും? കാണാതെ അമ്മ എങ്ങനെ ഇത് ഉറപ്പിക്കാന്ന് പറയണേ? അതല്ലേ പറഞ്ഞ അവര് വരട്ടെ. എനിക്ക് അതിനുള്ള പ്രായമായില്ല. പ്രായമായില്ലെങ്കിൽ ഇനി മുതുക്കായിട്ടാണ് നീ കെട്ടാൻ പോണത്. ഒരു 10-25 വയസ്സായിട്ട്. അവന് 25 ഇരിക്കുന്ന അവിടെ അന്നേരം. മര്യാദക്ക് ഞാൻ പറയണ കേട്ടോ. മാമൻ എല്ലാവരും താല്പര്യമായിട്ടിരിക്കുകയാണ്, അമ്മാവനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെ മുത്തേ, അമ്മ പറയണത് കേട്ടോ. നിന്റെ പഠിത്തത്തിന് ഒരു കുഴപ്പം വരില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ജോലിയും കൂടി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതിയല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അതന്നെയല്ലേ നിന്റെ ആഗ്രഹം? അതല്ല. പിന്നെന്തല്ല? ദേ ഒന്നും ആലോചിക്കണ്ട, അവരൊന്ന് വന്ന് കാണട്ടെ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയല്ല. ഹലോ. ഹലോ. ആ നീ എവിടെ? ഞാൻ വീട്ടില്. എടി പിന്നെ ഇന്ന് വൈകുന്നേരം നീ അമ്പലം വരെ ഒന്ന് പറഞ്ഞേ. അയ്യോ ഇല്ല, പറ്റൂല. എന്ത്? അതിന് ഇന്ന് നടക്കും തോന്നണില്ല. ഒരു കുഴപ്പമില്ല, ഇന്ന് വൈകുന്നേരം നീ വന്നേ പറ്റുള്ളൂ. എന്തിനാണ്? ഇടി മുത്ത, എനിക്ക് പേഴ്സണൽ ആയിട്ട് നിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ഇപ്പൊ പറഞ്ഞു, ഇനിയിപ്പോ അമ്മ അടുത്ത് ചോദിക്കണം. അതെങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുന്നില്ല, നീ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ വന്നേ പറ്റുള്ളൂ. ശരി. എന്താ വെയില്, ചെടികളൊക്കെ വെള്ളം നനച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ ഒഴിവുള്ള സമയത്ത് ഇതിലൊക്കെ വെള്ളം ഒഴിക്കണം കേട്ടാ. അല്ല കുട്ടിയെ, എനക്ക് ഈ പരിസ്ഥിതി ദിനത്തിന്റെ അന്നേ ഒരു മഹാഗണിയുടെ തയ്യ സ്കൂളിൽ നിന്ന് കിട്ടിയില്ലേ? അത് നട്ടിരുന്നില്ലേ? അതെന്താ ഇപ്പൊ? അതാണ് നിങ്ങൾക്കുള്ള കുഴപ്പം. നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് വെള്ളം ഒഴിച്ചാൽ അത് വളരുണ്ടോ എന്നും. മോനെ ഇങ്ങോട്ട് വന്നേ ഇടുവാ. ഇല്ല, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. അതല്ല കുട്ടി, ഒരു കാര്യം പറയണ്ടേ, ഇടുവാ. ഞാൻ വന്നിട്ട് പറയാം, പോയിട്ട് അത്യാവശ്യമുണ്ട്. അതല്ല, ഇങ്ങോട്ട് വാ. എന്ത്? ഇങ്ങോട്ട് വാ. അത്യാവശ്യമാണ്. അത്യാവശ്യമാണ്, വാ. നേരെ കൊണ്ടു. നല്ല പയ്യനാ. എങ്കടല്ലല്ലോ ഇത്ര ധൃതിയില്? അങ്ങനെയൊന്നുമില്ല. ഇരിക്കി. പറഞ്ഞ നിന്ന് കേൾക്കാം. അല്ല, ഇരിക്കും, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ചായ വേണ്ട ഇപ്പം. ഞാൻ ഒരു കാര്യമായിട്ട് അന്ന് ഞാൻ വിളിച്ചപ്പോഴേ ചായയുടെ സമയം അല്ലായിരുന്നു ഒന്നാമത്. പിന്നെ നീ യാത്ര കഴിഞ്ഞ് വരും, ക്ഷീണിച്ചിട്ടല്ലേ എന്ന് കരുതിട്ട് വിളിക്കായിരുന്നു. ഇപ്പൊ കറക്റ്റ് ചായയുടെ സമയം. ഒരു ചായ കുടിച്ചിട്ട്. ഞാൻ വീട്ടിൽ ചായ കുടിച്ചിട്ട് വന്നു. മോളെ ഒരു ചായ എടുത്ത കുട്ടിയെ. കനക, നമ്മളിപ്പോ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോണ് കാണുന്നല്ലാണ്ടേ ഇവ അത്ര ഒരു നല്ല കുട്ടിയാന്ന് അറിയില്ലായിരുന്നു കേട്ടോ. സാധാരണ ഇവന്റെ പ്രായക്കാരൊക്കെ നമ്മുടെ പ്രായക്കാരിങ്ങനെ വഴിയിൽ നിൽക്കണ കണ്ട മുഖം തിരിച്ചാണ്ട് പോവല്ലേ ചെയ്യാ. ഇത് ഞാൻ ആ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോ ഞാനൊരു ഓട്ടോറിക്ഷ കാത്ത് നിൽക്കുക. അപ്പൊ വണ്ടിയായിട്ട് കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, അപ്പൊ ഇപ്പൊ ഓട്ടോറിക്ഷ കാത്ത് നിൽക്കുകയാണോ, എന്തായാലും ഞാൻ കൊണ്ടാക്കി തരാ പറഞ്ഞു. എന്നെ നിർബന്ധിച്ച് അതിൽ കയറ്റിയിട്ട് കൂടെ കൊണ്ടുനിറക്കിയവനെ. നടക്കണ്ടല്ലോ.
അങ്ങനെ അല്ല അവന്റെ വീട്ടുകാരുടെ നമ്മൾ അടുപ്പമുള്ളതല്ലേ. അതെ 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 ഇപ്പൊ തമ്പെണ്ണാണെങ്കിലും സുലി ചേച്ചി ആണെങ്കിലും നമുക്ക് വീട്ടിലെ ആള് തന്നെ. അതെ 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 അല്ല അവരുടെ കൂടെ ഇപ്പൊ അവനെയും കാണുമല്ലോ. അല്ലേ ശരിയെന്നാ അല്ല നിന്റെ എന്തോ സിനിമ എന്തോ അഭിനയിച്ചെന്ന് പറഞ്ഞത്. സിനിമ അത് പകുതി വഴി വെച്ച് അങ്ങ് നിന്ന്. എന്താ എന്താ എന്റെ അപ്പൊ സിനിമയിലൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാ? ഓ ആ എന്നിട്ട് ഇറങ്ങിയോ പടം? അല്ല അത് പകുതി വഴി ഇപ്പൊ നിന്ന് അങ്ങനെ നിക്കണ്. നായകനായിരുന്നാ? നായകനല്ല, നായകന്റെ കൂട്ടുകാരനായിട്ട്. സിനിമ നടനൊക്കെയാണ് ചെറുതായിട്ട്. ആ എനിക്കല്ല മോളെ അവനാണേ. ലല്ലൂന ആ കൊടുക്ക് മേടിച്ചോ കുട്ടിയെ. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാ? അല്ല സിനിമ അത് ലൈറ്റ് ആയിട്ട് ഒന്ന് മുടങ്ങി നിൽക്കുന്നു. അയ്യോ അല്ല വേറെ കുഴപ്പമില്ല. ഇപ്പൊ വേറെ പുതിയ സിനിമ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അത് വേറെ വന്നാ? നായകന്റെ കൂടെ ഉള്ളൊരു വേഷം തന്നെ. ചൂട് ഒരു കാര്യം ഞാൻ തണുത്തിട്ട് വന്നിട്ട് കുടിച്ചാൽ. അല്ല അതെന്താ അറിയോ, അത് എനിക്കാച്ചിട്ട് എടുത്താണ്. എനിക്കാണെങ്കിൽ നല്ല തളച്ച ചായ വേണേ. സാരല്ലേ ഊതി ഊതി കുടിച്ചോ, വേറെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലോ. അപ്പൊ ഈ ധൃതിയിൽ ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരുന്നു. അപ്പൊ അപ്പൂപ്പ എന്നെ വിളിച്ച്, ഞാൻ വിളി കേട്ട്. അപ്പൊ പറഞ്ഞു ചൂട് ചായ ഉണ്ട് കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. ചൂട് ചായ കുടിക്കുകയും ചെയ്ത്. അപ്പൂപ്പ ഇവിടെ ഇരിക്കാനും പറഞ്ഞു. ഞാൻ ഇരിക്കുകയും ചെയ്തു. ഇനി ഞാൻ പോട്ടെ അപ്പൂപ്പ. വെറുതെ ഇരിക്കാൻ പറഞ്ഞല്ല, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരിക്കാം. അത് ഞാൻ വന്നിട്ട് പറയാം അപ്പൂപ്പ. ഞാൻ അതല്ല അതെന്താ അറിയോ, ഇവരുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതെ. എന്തോന്ന്? നിന്റെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യ. ഭാവിയാ? പെട്ടെന്ന് പറ പെട്ടെന്ന് പറ. നിനക്കൊരു സിനിമാ നടനാവണമെന്നല്ലേ ഞാൻ പോണ്. അതെ ഈ സിനിമാ നടനാവുക എന്നൊക്കെ പറയണത് ഒരു ഭാഗ്യ. സത്യം, ഭാഗ്യം ഭാഗ്യം. ഞാനും ഗിരിജും കൂടി കല്യാണം കഴിഞ്ഞ സമയത്ത് ബോംബെയിലേക്കാണ്ട് പോയി. ബോംബെയിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് ഈ സിനിമ എടുക്കുന്നവർ എന്നെ കണ്ടിട്ട് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചോടാ നായകനായിട്ട്. ഈ കഥ നീളം, ഞാൻ പോയിട്ട് വരാം. അല്ല ഞാൻ പറയുന്നേക്ക്. അപ്പൊ ഞാൻ അഭിനയിക്കായിരുന്നു, കാരണം എനിക്കതിന് യോഗമില്ല. പക്ഷെ നിനക്കൊരു യോഗം ഞാൻ കാണുന്നുണ്ട്. ഉണ്ട്. എന്റെ പച്ചക്കറി മുഴുവനും എടുക്കണ ഒരു സേട്ടുണ്ട് കോയമ്പത്തൂര്. മൂപ്പരൊരു സിനിമ പിടിക്കുന്നുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ച തമിഴിലെ നായകനാവാം. തമിഴിലെ പറഞ്ഞ ഇവിടുത്തെ 4 ഇരട്ടി കാശാ. ഇത് ഞാൻ വന്നിട്ടാകുമ്പോ നമുക്ക് തമിഴ്നാട് പെട്ടെന്ന് പോകാൻ പറ്റും. ഞാൻ പോട്ടെ. അല്ല നിനക്ക് നീ ഇരിക്കേ, നീ അത്ര ധൃതി പിടിക്കണം എന്തിനാ? അപ്പൊ നമുക്ക് എന്താ കോയമ്പത്തൂര് പോയിട്ട് ആ മൂപ്പരനൊന്ന് കണ്ടാലോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്ക് കാണാം. നമുക്ക് നാളെ രാവിലെ പോവാം, അതാണ് നല്ലത്. അല്ല നീ എങ്ങടെ ഈ ധൃതി പിടിക്കണെന്ന്? അതെ ഒരു സിനിമാ നടനാവണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ അറിയോ? ക്ഷമയാണ്. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് കഥ കേൾക്കാൻ പറ്റും. കഥ കേട്ടാലേ നായകനായി അഭിനയിക്കാൻ പറ്റും. സത്യം. അത് പറഞ്ഞപ്പോഴാ എന്തായാലും ഒരു കഥ ഉണ്ട്. ഞാൻ പറഞ്ഞതേ, ഞാൻ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് അപ്പൂപ്പൻ ആ കഥ വായിച്ചാ പോരെ. ഞാൻ പോയിട്ട് വായിച്ചു കേട്ടതാണല്ലോ, നീയല്ലേ കേൾക്കണ്ടേ? ഞാനും കേൾക്കണോ? പിന്നെ നീയല്ലേ നായകൻ. അതായത് ആ കഥ എങ്ങനെ വെച്ചാൽ, എനിക്ക് ഈ ചെറുപ്പത്തിലൊക്കെ അഭിനയിക്കാനുള്ള നല്ല മോഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അതിനും ഒരു യോഗം വേണ്ടി. ആ യോഗം എനിക്ക് ഉണ്ട്. ഞാൻ പോട്ടെ, എനിക്ക് സമയമായി. ഞാൻ പോട്ടെ. നീ ഇരിക്കടേ. അങ്ങനെ നമ്മുടെ കഥയിലെ നായകൻ വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നായകനെ കാത്ത് നിൽക്കുകയാണ് മയിലാടം പാറയുടെ മുകളില്. മയിലാടം പാറയുടെ മുകളില് നായകനെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ആ കോള് വരണ എടുക്ക്. അയ്യോ കുഴപ്പമില്ല, ഞാൻ അത് പിന്നെ എടുക്കാം. പിന്നെ അതാരാ? അതായത് ഞാൻ പൈസ കൊടുക്കാനുള്ള ഒരാൾ. കൊടുക്കാനുള്ള ആളല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, കട്ട് ചെയ്തോ. അങ്ങനെ നായകനെ കാത്ത് നായിക മയിലാടം പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. നായകൻ നായികയെ കാണാൻ വേണ്ടി പോകുമ്പോ ഈ നായകന്റെ മുതലാളി, ഞാൻ പറഞ്ഞ ചീര കച്ചവടക്കാരൻ, അയാള് കാളവണ്ടി നിറയെ ചീര വെച്ച് കെട്ടി കാളവണ്ടി നായകനെ ഏൽപ്പിക്കുകയാണ്. മാർക്കറ്റിലേക്ക് പോവാൻ പറഞ്ഞിട്ട്. നായകൻ എങ്ങടാ പോണ്ടത്? നായികയുടെ അടുത്തേക്ക് പോണം. പക്ഷെ മുതലാളി എന്ന് പറയുന്ന വില്ലൻ കാളവണ്ടിയായിട്ട് മാർക്കറ്റിലേക്കാണ് വിടുന്നത്. അങ്ങോട്ട് വിട്ടില്ല. പക്ഷെ മനസ്സിലെന്തോ ഉറപ്പിച്ച പോലെ ചീര നിറച്ച കാളവണ്ടിയിൽ നായകൻ കയറി ആ കാളവണ്ടി ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോണ പോലെ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. എങ്ങടാ അവന്റെ ലക്ഷ്യം? മയിലാടം പാറയുടെ മുകളിലുള്ള നായികയെ ലക്ഷ്യം വിട്ടാണ് നായകൻ പോണത്. അപ്പൊ നായകൻ കാളവണ്ടിയിൽ ഇങ്ങനെ പോകുന്നു. നായകനെ കാത്തിങ്ങനെ നിൽക്കുന്നു. കാളവണ്ടിയിലെ നായകൻ, മയിലാടം പാറയിൽ നായിക. കാളവണ്ടിയിൽ നായകൻ, മയിലാടം പാറയിൽ നായിക. സമയം ഒരുപാടായിട്ടും നായകനെ കാണുന്നില്ല. വിഷമിച്ച്
അവൾ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അവിടെ നിന്ന് പോയി. പോണം. അല്ല, അവൻ അത് തന്നെ വേണം. കാരണം കുറെ നേരം വെയിറ്റ് ചെയ്ത് നിന്നില്ലേ, അവൻ അത് തന്നെ വേണം. ഈ സമയത്ത് നമുക്ക് ഇന്റർവെല്ലിൽ നിന്നാണ്ട് കൊടുത്താലോ? കൊടുക്കാം. പോളി ഈ സാധനം കയറും. പിന്നെ ആണടാ മോനെ കഥയുടെ ടിസ്റ്റ്. ഇതുവരെ കഥ എങ്ങനെയുണ്ട്? സൂപ്പർ കഥയില്ലേ? മയിലാടും പാറ. അതാടാ പടത്തിന്റെ പേര്, മയിലാടം പാറ. കൊള്ളാം. ഇപ്പൊ തരാട്ടാ പാത്രം. ചേച്ചി ചേച്ചി എന്നാ ഇനി ചേച്ചി എറണാകുളത്ത് പഠിക്കാൻ പോകുമ്പോഴേ എന്നെയും കൂടി കൊണ്ടുപോവോ? എന്തിനാണ്? മെട്രോയിൽ കയറാൻ. നീ ഒന്ന് പോയേ തക്കുട അവന്റെ മെട്രോ. ഞാൻ നിർത്തി. കൊച്ചെന്തെങ്കിലും പറഞ്ഞു, നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? വലിയൊരു ചേച്ചി കളിക്കാൻ വരുന്നു. നിന്നെന്താ പൊട്ടം കടിച്ചോ? അമ്പലത്തിൽ പോയി വന്നപ്പോ മുതൽ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത്. എന്നെ ആരും കടിച്ചില്ല അമ്മ. എനിക്കിപ്പോ വേണ്ടമ്മ, എനിക്കുണ്ട്. ദേ നിനക്ക് ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കിയേക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞേ. എനിക്കിപ്പോ വിശപ്പില്ലമ്മ. പിന്നെ വിശപ്പില്ല, രാത്രി പിന്നെ എന്ത് കഴിക്കാന്ന് ഓർത്തിരിക്കണ നീ? വിശപ്പില്ലെങ്കിൽ എങ്ങനെ കഴിക്കണേ? വിശപ്പില്ലെങ്കിലും അങ്ങ് കഴിച്ചോ. ഇപ്പൊ ഒന്ന് മെന വെച്ച് വന്നിട്ടുണ്ട്. അമ്മ എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചോളാം. എനിക്കിപ്പോ വേണ്ട. പതുക്കെ കഴിച്ചാ മതി. രാത്രി ഒരു നേരം എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് വേണ്ട. വേണ്ട, ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നിനക്ക്. ഈ ചേച്ചിക്ക് ഇപ്പൊ എന്ത് പറഞ്ഞാലും ഭയങ്കര ദേഷ്യമാണല്ലേ? ഓ, നീ എപ്പോഴും സൗമ്യമായിട്ടാണല്ലോ സംസാരിക്കണേ. ദേ ആ കറി കഴിച്ച നീ പറഞ്ഞിട്ടുണ്ടാക്കിയതാ. ഈ വിശപ്പില്ലാത്ത ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ നിന്റെ വിശപ്പ് എവിടെ പോയി? കളിക്കാതെ അവിടെ ഇരുന്ന് കഴിക്കടി വേണ്ടേ. ഫോൺ എടുത്ത് ഞാൻ തല്ലി പൊട്ടിച്ച് കളയും. 24 മണിക്കൂറും ഫോണാ. പൊട്ടിച്ചോ. മനുഷ്യൻ ബാക്കിയുള്ളവൻ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കി കറിയും വെച്ച് കഴിഞ്ഞപ്പോ അവൾക്ക് വേണ്ടാന്ന്. അമ്മ വേണ്ടെന്നല്ലല്ലോ, എനിക്കിപ്പോ വിശക്കുന്നില്ല. അമ്മ വിശക്കാത്തപ്പോ കഴിക്കാതിരിക്കുമല്ലോ, അതുപോലെയല്ലേ എനിക്കും. വിശപ്പില്ലാത്ത എന്താടി? നീ എന്താ കഴിച്ചത് വൈകുന്നേരം? എന്തെങ്കിലും കഴിച്ചോ? കഴിക്കണെങ്കിൽ എല്ലാരും കണക്ക് തന്നെ. കിട്ടിയാടല്ല എനിക്കൂടെ കഴിക്കാതെ ഞാൻ ഇരുന്നേ ഉള്ളൂ. കാരണം നമ്മള് കഴിക്കാം, അവൾക്ക് വേണ്ട, നമുക്ക് വിശപ്പില്ലാന്ന്. വിശപ്പില്ലെന്നോ? വിശപ്പില്ലായിരിക്കാൻ കാരണം എന്താ? വന്നപ്പോ മുതൽ മുഖം കയറ്റി പിടിച്ചിരിപ്പുണ്ട്. വിശപ്പില്ലാതിരിക്കാൻ എന്താണ്? വിശപ്പില്ല. സാധാരണ ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് മടുത്ത പിള്ളേർ വീട്ടിൽ വരുമ്പോ എന്തോ കിട്ടിയാലും വാരി ഒലിച്ച് തിന്നുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? ഇതിപ്പോ എന്തൊക്കെ അറിയണം എല്ലാവർക്കും. സ്വസ്ഥത തരില്ല. വിശന്നാ കുറ്റം, വിശന്നില്ലേ കുറ്റം. അതെന്താ സ്വസ്ഥത ഇല്ലാണ്ടാവാൻ കാരണം? ഒന്നാമത്തെ കൊറേ പഠിക്കാനുണ്ടടാ. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉള്ളിക്കറി മാത്രമേ ഉള്ളൂ, മുട്ടയില്ലേ? വേണ്ടേ? ഇതൊക്കെ തന്നെയല്ലേ. ആരും കഴിക്കണ്ട, ഞാനും തന്നെ മോനും കഴിക്കുന്നുണ്ട്. മോൻ കഴി. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കാൻ പഠിക്കണം. പെൻഷനായിട്ട് സാർ വേറെ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പെൻഷനായി കഴിഞ്ഞപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം. ഒരു കണക്കിന് അതാ സാർ നല്ലത്. കാരണം ഈ പറഞ്ഞ കണക്ക് എത്ര വർഷം കിടന്ന് ഓടി നടന്നതാണ്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. ഞാനും അങ്ങനെയാണ് പ്ലാൻ. ഇങ്ങോട്ട് വരാൻ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയൊന്നുമില്ലല്ലോ. കാരണം ഞാൻ ലൊക്കേഷൻ അയച്ചതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ, ലൊക്കേഷൻ അയച്ചാൽ കറക്റ്റായിട്ട് എത്തും നമ്മള്. ഇപ്പൊ ലൊക്കേഷൻ അയച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൗണിൽ വന്നിട്ട് ഗിരിരാജന്റെ പെങ്ങളുടെ വീട് ഏതാന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. ചേട്ടാ ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ കർഷകനാണ്. ഏക്കർ കണക്കിന് ചീരത്തോട്ടമുണ്ട്, പിന്നെ വാഴത്തോട്ടമുണ്ട്, പച്ചക്കറികളുണ്ട്. മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു കർഷകൻ. ഞങ്ങൾക്ക് എരുമേലിയിൽ ഒരു ഫാം ഉണ്ട്. എനിക്കും ഒരു 3-4 പശുക്കിടാങ്ങളെ ഇനി വളർത്തണം. ഇത് വലിയ ഫാമാണ് സാറിൻ്റെ ഒക്കെ. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് അവിടെ. അല്ല, ചെറുതെന്നാണല്ലോ വലുതാവുക. മോനെ കോഴ്സ് കഴിയാറായോ അതോ? ഞാനിപ്പോ ഫൈനൽ ഇയർ ആണല്ലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ബന്ധു അവിടെ ജർമ്മനിയിലെ ഡോക്ടറാണ്. ഇവനും അങ്ങോട്ട് പോകും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് നോക്കുമ്പോ തങ്കം വരുന്നടാ.
മുത്തേ ആ കഴിച്ചു കഴിഞ്ഞാ? ഇല്ലമ്മ. അമ്മ ഇവിടെ ഒന്ന് കിടക്കുവാണേ, തലവേദന എടുത്തിട്ട്. കഴിച്ചിട്ട് മക്കളിങ്ങ് വാ. ആ വിളിച്ച ഫോൺ എടുക്കണം കേട്ടോ. ഇപ്പൊ വിളിച്ചപ്പോ സ്വിച്ച് ഓഫും മെസ്സേജും ഇല്ല. ഒന്നും പറ്റൂലോ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ നിന്നെ വിളിച്ച മെസ്സേജ് അയച്ചാ അതിന് അറ്റൻഡ് ചെയ്തില്ല, നീ റിപ്ലൈ തന്നില്ല. അതിനെ പറ്റിച്ചിട്ടില്ല. എത്ര നേരം ഞാൻ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഒരു ദേഷ്യം വരുത്തില്ല. ഞാൻ പറ്റിച്ചല്ലെന്ന്. പിന്നെ എന്നാ എന്റെ അപ്പം കാരണമില്ല. എന്റെ അപ്പനെ പറഞ്ഞാട്ടല്ലോ. ആ ഇങ്ങനെ പറയാതിരിക്കും. അങ്ങനെ മറ്റേ കാളവണ്ടിയും അതിൻ്റെ ഇടയിൽ കൂടെ ചീരയും സിനിമയും. എടി ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരാൻ നിന്ന് തന്നെ. അപ്പം നിന്റെ അപ്പം പിടിച്ചു നിർത്തി. എന്നിട്ട് ഒരു ചൂട് ഒരു ഗ്ലാസ് ചായ തന്നെ ഊതി കുടിക്കാൻ പറഞ്ഞു. അതല്ലേ ലേറ്റായത്. ഇവിടെയോ? ഓ എന്നാ അന്ന് മെസ്സേജ് ഇട്ട് പറഞ്ഞൂടെ? എന്നാ ഞാൻ നേരത്തെ വരത്തില്ലായിരുന്നു. എടി അത് മെസ്സേജ് അയക്കാൻ തന്നെ വന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞോ, കഷ്ടകാലത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തറയുകയും ചെയ്ത് ഡിസ്പ്ലേയും പോയി ഫോൺ ഓഫായി. പിന്നെ എങ്ങനെ ഞാൻ വിളിച്ച് പറയും? ഇങ്ങനെ മെസ്സേജ് അയക്കും? വിശ്വസിക്കടേ, വിശ്വസിക്ക്. ആ വിശ്വസിച്ചു വയ്ക്കോ. ചിരിച്ചിട്ടോ? ചിരിയൊന്നുമില്ല. ചിരിക്കടേ. ഇല്ല വയ്ക്കോ. ഫോൺ നന്നാക്കും. ദേഷ്യമൊന്നുമില്ലല്ലോ. ആ വെക്കോ.